നമസ്കാരം, ഞാൻ സിനു SLR എന്ന് പറയുന്ന ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 17 വർഷമാകുന്നു. 448 സബ്സ്ക്രൈബേഴ്സാണ് ഇതിനുള്ളത്. ഞാൻ എല്ലാ ദിവസവും ഒരു 2 മിനിറ്റ് നേരം എൻ്റെ ചാനലിലൂടെ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയായാലും ഞാൻ സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിലുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആയാലും വളരെ കുറവായിരുന്നു. അതിനുശേഷം ഞാൻ അഭിഭാഷകനായി, ഞാനൊരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റായി, മാർഷൽ ആർട്ടിസ്റ്റായി ഓൾറെഡി വർക്ക് ചെയ്ത് തുടങ്ങിയിരുന്ന സിനിമാ മേഖലയിൽ ഒരുപാട് മുന്നോട്ട് പോയി. അവസാനം പ്രത്യേകിച്ച് പറയാനുള്ളത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് എന്ന പേരിൽ 2018 കേരള ഗവൺമെൻറ് കൊണ്ടുവന്ന ആക്ടിനെതിരെ ഒരു പറ്റം ആൾക്കാർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, യൂണിയനുകൾ, ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷനുകൾ, അങ്ങനെയുള്ള ഒരുപാട് IMA അടക്കമുള്ള ഒരുപാട് ആൾക്കാർ അതിന് ഒരു വശത്ത് നിന്ന് തടയിട്ടപ്പോൾ അതിന് എതിർ ചേരിയിൽ കക്ഷി ചേർന്നുകൊണ്ട് റെസ്പോണ്ടൻ്റ് 21 ഞാനതിൽ കക്ഷി ചേർന്നു. അത് ജൂൺ 23 അതിൻ്റെ വിധി വന്നത് നടപ്പിലാകണമെന്ന്, റേറ്റുകൾ ഡിസ്പ്ലേ ചെയ്യണമെന്ന്, ഹോസ്പിറ്റലുകളിലെല്ലാം റേറ്റുകൾ ഡിസ്പ്ലേ ചെയ്യണമെന്ന് അടക്കമുള്ള വിധികൾ വന്നു. അതിനുശേഷം ആം ആദ്മി പാർട്ടി എന്ന നാഷണൽ പാർട്ടിയുടെ ഒരു കാൻഡിഡേറ്റായി ഞാൻ 34-ാം വാർഡ്, കൊല്ലം കോർപ്പറേഷൻ 34-ാം വാർഡിൽ മത്സരിച്ചു. കടുത്ത പോരാട്ടം നടന്ന ആ വാർഡിൽ 42 വോട്ടുകൾ, പത്തരമാറ്റുള്ള 42 വോട്ടുകൾ വാങ്ങി ഞാൻ മത്സരം അവസാനിപ്പിച്ചു. എന്തായാലും 5 വർഷം തുടർച്ചയായിട്ട് 20 തവണ ഞാൻ ആ വാർഡിൽ കയറുമെന്ന് ശപഥം ചെയ്തിട്ടാണ് അത് നിർത്തിയത്. ജയിച്ചാലും തോറ്റാലും 1700 വീടുകൾ 2 പ്രാവശ്യം ഞാനതിൽ കയറിയിരുന്നു. അത്രയും കയറിയ ഒരു കാൻഡിഡേറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എൻ്റെ കൂടെ മത്സരിച്ച് ആരും കയറിയിട്ടില്ല. അത് പല രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ ആയതുകൊണ്ട് അവർക്ക് അത് ആ സ്ഥലത്ത് ഒരുപാട് എഡ്യൂക്കേറ്റ് ചെയ്യണം പബ്ലിക്കിനെ എന്ന് എനിക്കറിയാം. എന്തായാലും ആർട്ടിക്കിൾ 243 അനുച്ഛേദം 243 ഭരണഘടനയുടെ അനുച്ഛേദം 243 A മുതൽ O വരെയുള്ള സ്ഥലത്ത് കൃത്യമായിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഷെഡ്യൂൾ 12-ലും ഷെഡ്യൂൾ 11-ലും പറഞ്ഞിരിക്കുന്ന ഗ്രാമസഭയെക്കുറിച്ചും വാർഡ് സഭയെക്കുറിച്ചും ഒക്കെ ഉള്ള വിശദാംശങ്ങൾ ഈ ആൾക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. 1992-ലുണ്ടായ പഞ്ചായത്ത് രാജ് ആക്ടിനെക്കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പുതുവത്സര ദിനത്തിൽ, പുതുവത്സരം അവസാനിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഞാൻ 1000 വീഡിയോ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ, നാസ് ഡെയിലി എന്ന ഒരു ആഗോള കണ്ടൻറ് ക്രിയേറ്ററെ നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണും. അതുപോലെ കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങളിൽ 1000 വീഡിയോകൾ ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക, പൊളിറ്റിക്കലി ജീവിക്കാൻ പ്രേരിപ്പിക്കുക നമ്മുടെ സമൂഹത്തിനെ എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഞാനൊന്ന് തുടങ്ങുകയാണ്. താങ്ക് യു.